ഹായ്, ഞാനിന്ന് കഴിക്കാൻ പോകുന്നത് ഷവർമയാണ്. ഷവർമ റോൾ. ഇന്ന് എന്തോ നല്ല വിശപ്പ്, അതുകൊണ്ട് ഷവർമ റോൾ വാങ്ങിക്കാൻ വിചാരിച്ചു. ഇത് കൂത്തുപറമ്പ് നമ്മുടെ തന്നെ ഷോപ്പിന് തൊട്ടടുത്ത് മജ്ലിസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. അവിടെ നിന്നാണ് ഞാൻ ഈ ഷവർമ ഓർഡർ ചെയ്തിരിക്കുന്നത്. ഷവർമ കഴിക്കുമ്പോൾ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ പല പത്രങ്ങളിലും പല സ്ഥലത്തും ഒക്കെ വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞും ഒക്കെ കണ്ടിട്ടുണ്ട്. ഷവർമ കഴിച്ച് ഒരുപാട് ആൾക്കാർ മരണപ്പെട്ടവരും നമുക്കറിയാം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷവർമ കഴിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമല്ല. കാരണം ഷവർമയിൽ ചില സ്ഥലത്ത് പഴയ ഇറച്ചിയൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഷവർമയോണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല പ്രധാനമായും. യാത്ര ചെയ്യുമ്പോൾ അധികം പേര് ഷവർമ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് വഴിയിടങ്ങളിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം. പക്ഷേ അപ്പോൾ നമ്മൾ ചോദിക്കും, ഷവർമ റെഡിയായോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് ഇപ്പോൾ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ വാങ്ങാൻ പാടില്ല. കാരണം അവരോട് ചോദിക്കണം, ഇത് എത്ര മണിക്കാണ് നിങ്ങൾ തൂക്കിയിട്ടത്. കാരണം ഈ ഷവർമ വേവാൻ ഒരുപാട് സമയമെടുക്കും. പച്ച ഇറച്ചിയാണ് ചിലപ്പോൾ അവർ പെട്ടെന്ന് നമുക്ക് തരിക. അപ്പോൾ ആ പച്ച ഇറച്ചിയോടെ നമ്മൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് കേടാണ്. അങ്ങനെയാണ് ചിലവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത്. അതാരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കെയർ ചെയ്യണം. ഫ്രഷ് ചിക്കൻ ഉപയോഗിച്ച് ശീലമുള്ളവർക്ക്, ചില ആൾക്കാർക്ക് ഈ ഷവർമ പറ്റണമെന്നില്ല. കാരണം ഫ്രീസർ ചിക്കൻ ആണല്ലോ ചിലയിടങ്ങളിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷവർമ നമ്മൾ എല്ലായിടത്തും പോയി കഴിക്കാൻ പാടില്ല. നമ്മൾക്ക് അറിയുന്ന കടകളിൽ പോയി അവിടെ നിന്ന് മാത്രമേ ഷവർമ കഴിക്കാൻ പാടുള്ളൂ. ഞാൻ സ്വതവേ അങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ വഴിയോരങ്ങളിൽ തീരെ പരിചയമില്ലാത്ത സ്ഥലത്ത് നിന്ന് ഞാൻ ഷവർമ കഴിക്കാറില്ല. നമ്മൾ എപ്പോഴും ഒന്നുകിൽ കൂത്തുപറമ്പ് അല്ലെങ്കിൽ കൂത്തുപറമ്പിനടുത്തുള്ള പ്രദേശങ്ങളിൽ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഷവർമ കഴിക്കാറ്. പുറത്ത് പോയി കഴിഞ്ഞാൽ കഴിവതും ഷവർമ കഴിക്കാതിരിക്കുകയാണ് ചെയ്യാറ്. സാധാരണ നമുക്ക് ഷവർമയുടെ കൂടെ കിട്ടുന്ന സാലഡാണിത്. ഇത് അധികവും കുക്കുംബർ, ക്യാരറ്റ്, പച്ചമുളക് ഇതാണ് പ്രധാനമായും ഉണ്ടാവുക. ഇത് ചിലയിടങ്ങളിൽ വിനാഗിരിയിലാണ് ഇട്ട് വെക്കുക, ചിലയിടങ്ങളിൽ ഉപ്പിലിട്ട് വെക്കും. പക്ഷെ ഏറ്റവും നല്ലത് ഉപ്പിലിട്ട് വെക്കുന്നത് തന്നെയാണ്. കാരണം നമ്മളൊക്കെ പണ്ട് ഉപ്പിലിട്ടതാണല്ലോ കൂടുതൽ കഴിക്കാറ്. അപ്പോൾ ഉപ്പിലിട്ട് തന്നെയാണ് നല്ലത്. ഇത് ഉപ്പിലിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വിനാഗിരി അത്ര നല്ലതല്ല. കൂടെ ഇത് കിട്ടിയാൽ ചിലവരിത് കഴിക്കും, ചിലവരിത് കളയും. ഞാൻ സാധാരണ കഴിക്കാറുണ്ട്. കാരണം അത് കഴിച്ചതിന് ശേഷം ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറിനൊരു ദഹനത്തിന് നല്ലതാണ്. എത്ര മണിക്കാണ് നിങ്ങൾ ഇത് തൂക്കിയത് എന്ന് നിങ്ങൾ നിർബന്ധമായി ചോദിച്ചറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് അതിൻ്റെ എത്ര മണിക്കൂർ അത് വെന്ത് കിട്ടിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. അതുകൊണ്ട് അത് പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഷവർമ ഉണ്ടാക്കിയിട്ട് നമ്മൾ മണിക്കൂറുകളോളം വീട്ടിൽ തന്നെ വെക്കുന്ന ആൾക്കാരുണ്ട്. പാർസൽ വാങ്ങിച്ച് എന്നിട്ടത് പിന്നീട് കഴിക്കാം എന്നൊക്കെയാണ് അധികം പേരും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല. ഷവർമ റോളൊക്കെ ഒരുപാട് മണിക്കൂർ വച്ചിരുന്ന് കഴിഞ്ഞാൽ അത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് എടുത്ത് കഴിക്കുമ്പോഴാണ് നമുക്ക് വിഷബാധയൊക്കെ ഏൽക്കുന്നത്. സാധാരണ ഷവർമയിൽ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇതിലെ ഡേറ്റും സമയവും രേഖപ്പെടുത്തണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. ഡേറ്റും സമയവും ഈ ഷവർമയിൽ ഉണ്ടായാൽ നമുക്ക് അത് ഉണ്ടാക്കിയ ടൈം എപ്പോഴാണെന്ന് അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ ഹോട്ടലുകാരും ഡേറ്റും സമയവും രേഖപ്പെടുത്തണമെന്നാണ് അതിൻ്റെ ഒരു നിയമം. ഇത് നമ്മൾ ഇപ്പോൾ ഓർഡർ ചെയ്ത് ഇത് ചൂടോടെ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൽ ഡേറ്റ് രേഖപ്പെടുത്തണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇപ്പൊ തന്നെ കൈ കിട്ടിയ സാധനമാണല്ലോ. സാധാരണ ഞാനെപ്പോഴും അവിടുന്ന് തന്നെയാണ് ഷവർമ വാങ്ങിക്കാറ്. കാരണം നല്ല ടേസ്റ്റ് ഒക്കെയാണ്, നല്ല ഫുഡാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഷവർമ വാങ്ങിക്കുമ്പോഴും ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അത് ഉണ്ടാക്കിയ ഉടൻ തന്നെ, വാങ്ങിയ ഉടൻ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ഷവർമയുടെ ഈ വീഡിയോ
നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല വിശപ്പുണ്ട്, കഴിക്കട്ടെ.